പപ്പായ കഴിച്ചാൽ ഒത്തിരിയേറെ ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായി പറയേണ്ടത് നമുക്ക് ഹൃദ്രോഗം, പ്രമേഹം, അതുപോലെ തന്നെ ഏറ്റവും അപകടകാരിയായ കാൻസർ എന്നിവയ്ക്കുള്ള സാധ്യത കുറഞ്ഞു കിട്ടുകയും ചെയ്യും. റെഡ് ലേഡി പപ്പായ കഴിച്ചാൽ ഇവ നമ്മുടെ ദഹന പ്രക്രിയയെ സഹായിക്കുകയും പ്രമേഹമുള്ളവരിൽ രക്തത്തിലെ ഗ്ലൂക്കോസ് നിയന്ത്രണം മെച്ചപ്പെടുത്താനും കഴിയും. രക്തസമ്മർദ്ദം കുറയ്ക്കുക, മുറിവുണങ്ങൽ ത്വരിതപ്പെടുത്തുക എന്നിവ പപ്പായ കഴിക്കുന്നവരിൽ കാണുന്ന ആരോഗ്യ ഗുണങ്ങളാണ്. പപ്പായയിൽ ഏകദേശം 88% വരെ വെള്ളമാണ്. ആയതിനാൽ പപ്പായ കഴിക്കുന്നത് വഴി മലബന്ധം ലഘൂകരിക്കാനും വയറുവേദന കുറയ്ക്കുവാനും സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പപ്പായയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. പപ്പായ പ്രധാനമായും വളർത്തുന്നത് ഇതിന്റെ പഴത്തിന് വേണ്ടിയിട്ടാണ്. ഇത് നട്ട് ഏകദേശം 3 അല്ലെങ്കിൽ 4 മാസമാകുമ്പോൾ പൂവിടുകയും 5 മാസമാകുമ്പോഴേക്കും നമുക്ക് കായഫലങ്ങൾ കിട്ടിത്തുടങ്ങുകയും ചെയ്യും. പൂർണ്ണമായ വളർച്ചയ്ക്കും നല്ല ഉൽപാദനത്തിനും വേണ്ടി പപ്പായ നടുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി 6 മുതൽ 6.5 വരെ pH നിലനിൽക്കുന്നതും നല്ല നീർവാർച്ച ഉള്ളതുമായ മണ്ണിലാണ് നടേണ്ടത്. എല്ലാ പച്ചക്കറികളുടെയും അവിഭാജ്യ ഘടകമായ സൂര്യപ്രകാശം പപ്പായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. നൈട്രജന്റെയും ഫോസ്ഫറന്റെയും പൊട്ടാസ്യത്തിന്റെയും തുല്യമായ അളവിലുള്ള വളമാണ് പപ്പായ്ക്ക് ഉപയോഗിക്കേണ്ടത്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചാണകവെള്ളവും വേപ്പിൻ പിണ്ണാക്കിന്റെയും മിശ്രിതം പുളിപ്പിച്ച് വെള്ളവും മിക്സ് ചെയ്ത് ആഴ്ചയിൽ 2 തവണ ഒഴിക്കുന്നു. ഒരു പപ്പായ 4 മുതൽ കിലോഗ്രാം ഉള്ളതാണ്.